മലയാള നോവൽ സാഹിത്യത്തിൽ വായനക്കാർക്ക് ഏറ്റവും സുഖം കിട്ടുന്ന, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന പ്രസിദ്ധമായ ഒരു നോവലാണ് പെരുമല. പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിൽ കേരളത്തിലെ സാധാരണക്കാർ അടിമവർഗങ്ങൾ അനുഭവിച്ച നരകയാതനയും അവരുടെ കിനാവും കണ്ണീരും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നോവലാണ് പെരുമല. പെരുമലയുടെ ഭാര്യ ഒരു പേറ്റിച്ചിയാണ്, മലിനാണി എന്നാണ് അവരുടെ പേര്. അരമനയിലെ ഒരുപാട് സ്ത്രീകളുടെ പ്രസവം എടുത്തിട്ടുണ്ട്, നാട്ടിലുള്ള ഭാഗങ്ങളുടെയും പ്രസവം എടുക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് യാതൊരു കയ്യോബോധവും പറ്റിയിട്ടില്ല. എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നും പട്ടിണിയും പരിവട്ടവും മാത്രമാണ്. എരിയുന്ന വയറും പൊരിയുന്ന മനസ്സുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതിലെ ദുഷ്ട കഥാപാത്രമാണ് ചെമ്പൻ ചന്തു. നാട്ടിലെ പാവപ്പെട്ടവരെ കൊണ്ടുപോയി കൊല്ലുകയും ചവിട്ടിക്കൊല്ലുകയും ചളിയിലാഴ്ത്തിക്കൊല്ലും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ദയനീയമായ ചിത്രങ്ങൾ ഈ നോവലിലുണ്ട്. അദ്ദേഹം ക്രൂരനാണ്. ആ ക്രൂരനോട് പ്രതികാരം എല്ലാവർക്കും ചെയ്യണമെന്ന്, പക്ഷേ ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം ഈ ചെമ്പൻ ചന്തു മരിക്കുന്നത് പട്ടി കടിച്ച്, ഭ്രാന്തൻ പട്ടി കടിച്ച് ഭ്രാന്തിളകി തോട്ടിലേക്ക് വീണ് ചത്തുമലച്ച് തോട്ടിലൂടെ ഒഴുകിപ്പോയി നാറി കടലിലേക്ക് പോകുന്ന രംഗം ഇതിലുണ്ട്. അപ്പോഴൊക്കെ ഈ അടിസ്ഥാന വർഗങ്ങൾക്ക് മനസ്സിലൊരു സന്തോഷമുണ്ട്. ഈ ദുഷ്ടൻ മരിച്ചുപോയല്ലോ എന്ന ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൽ മുഖ്യമായ കഥാപാത്രമുള്ള ഒരു തീയത്തിച്ചിരുത. അയാളുടെ അവൾക്ക് റാക്ക് കാച്ചിലാണ് പരിപാടി. റാക്ക് കാച്ചുന്ന ഒരു പരിപാടി, പാവപ്പെട്ട സ്ത്രീയാണ്. പിന്നെ തീയൻ ചവുണിയൻ എന്ന് പറഞ്ഞ ഭർത്താവുണ്ട്. അവർക്ക് തെങ്ങ് ചെത്തി കള്ളെടുക്കുന്ന പരിപാടിയാണ്. പിന്നെ ചക്കിലാടുന്ന വാണി എമ്മൻ ആയ ഒരു കഥാപാത്രമാണ്. അവരൊക്കെ നല്ല സൗഹൃദത്തോടു കൂടി പുലരുന്ന ഒരു പാവപ്പെട്ടവരുടെ അടിയാള വർഗത്തിന്റെ ഒരു സന്ദേശം അവർ പോകുന്ന ഒരു ജീവിത രീതി അവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അവർ അനുഭവിച്ച നരകയാതനകൾ തുറന്നു പറയുക എന്നത് മലിനാണിയെ ആദ്യ ദിവസം തന്നെ തമ്പുരാൻ കടിച്ചു കീറി പത്തായപ്പുരയിലേക്ക് വലിച്ചുകൊണ്ട് കടിച്ചു കീറി ബലാത്സംഗം ചെയ്ത കഥയുണ്ട്. അവരുടെ 2 മക്കളെയും ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അങ്ങനെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു ഈ തമ്പുരാക്കന്മാർ. അത്രയും ഇതാണ്. ഇതെല്ലാം എല്ലാത്തിനോടും ഇങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് അടിമയെ പോലെ അവർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എല്ലാവർക്കും അതിന് പ്രകടിപ്പിക്കാനായി അവസാനം തീഷ്ണമായ വെറുപ്പോടുകൂടെ ഒരാൾ വളർന്നു വരുന്നുണ്ട്. അവനാണ് കുഞ്ഞിക്കേളു എന്ന 15 വയസ്സുകാരൻ. ഈ 15 വയസ്സുകാരൻ തീച്ചാമുണ്ടി തെയ്യം കെട്ടാൻ പറയുന്നു. പക്ഷേ കുഞ്ഞിക്കേളുവിന് കെട്ടണം, പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. പെരുമലയിൽ സമ്മതിക്കുന്നില്ല. കാരണം ഈ കുഞ്ഞിക്കേളുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹത്തെ മനസ്സ് പറയുന്നു. പക്ഷേ കുഞ്ഞിക്കേളുവിന് തീരെ വിട്ടുകൊടുത്തില്ല. ഞാൻ കെട്ടുമെന്ന് വാശി പിടിക്കുകയാണ്. അങ്ങനെ തീച്ചാമുണ്ടി തെയ്യം കെട്ടി അവിടെ ആടുകയാണ്. അവിടെ ആടി എല്ലാവരും മനസ്സിലെ ഉള്ളിൽ എപ്പോഴും ഈ കുട്ടി മരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അവൻ ഉഷാറായി തെയ്യം കെട്ടി തീക്കടലിൽ ചാടി തെയ്യം കെട്ടി വരികയാണ്. അങ്ങനെ വന്ന് ഒടുവിൽ അത്രയും വൈരാഗ്യത്തോടെ കുത്തുവിളക്ക് തന്റെ കൂടെയുള്ളവനോട് പിടിച്ചു വാങ്ങി തമ്പുരാന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി പ്രതിഷേധം തീർക്കുന്ന ഒരു രംഗത്തോടെ ഈ നോവൽ അവസാനിക്കുന്നു. കേരളത്തിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ കേരളത്തെ ജനത അനുഭവിച്ച എല്ലാ അന്നത്തെ കഷ്ടപ്പാടുകളെ ശരിയായി വിവരിച്ചിട്ടുള്ള ഒരു കൃതിയാണ് MV ജനാർദ്ദന്റെ പെരുമല എന്ന നോവൽ. വായനക്കാർ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു നോവലാണ്. ഈ നോവൽ എഴുതിയ MV ജനാർദ്ദന് ഞാൻ എൻ്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.